എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ശ്രീ കളക്ഷൻസിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ പേര് ശ്രീ. അപ്പം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഓട്സ്. അപ്പോൾ ഇത് എളുപ്പത്തിലുണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് തക്കാളി ചേർത്താണ്. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചട്നിയിൽ ലാസ്റ്റ് നമ്മൾ ഏത് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ അതൊന്ന് കടുവറുത്തെടുക്കുമല്ലോ. അങ്ങനെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാനൊന്ന് ജസ്റ്റ് കടുവറുത്ത് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതുപോലെ തന്നെ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിലുള്ള ഓട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, അതിടുക. അതിലേക്ക് ഇനി ഒരു 6 കഷ്ണം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും 1/4 സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്സിൻ്റെ മാവ് നമ്മളെപ്പോൾ ഇതുപോലെ അരച്ചെടുത്താലും ഇതുപോലെ കുറുകിയിരിക്കത്തുള്ളൂ കേട്ടോ. അതിന് നല്ല പശയുള്ള ഒരു ധാന്യമാണല്ലോ ഈ ഓട്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്കതൊന്ന് മിക്സാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ട ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അളവിലുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ തന്നെ അളവിലുള്ള പൊട്ടുകടല എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ ഉള്ളിയും 1 കഷ്ണം പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒരു തക്കാളി, നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർക്കുക. അതായത് ഈ ചമ്മന്തിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം നോക്കുക, വീണ്ടും ഒന്നുകൂടെ നമ്മൾ അരച്ചെടുത്തിട്ട് അല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ഓട്സിൻ്റെ മാവ് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടെ അത് കുറുകിയിട്ടുണ്ട്. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇതുപോലെ ലൂസാക്കിയതിന് ശേഷം ചൂടായ തവയിലേക്കിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ദോശ ചുടുന്നത് പോലെ ചുട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കഴിവതും ഒന്ന് 2 വശവും നന്നായി മുരിച്ചെടുക്കാൻ ശ്രമിക്കുക. മുരിച്ചെടുത്തെങ്കിൽ ഇതെപ്പോഴും കട്ടിയായിട്ടല്ലേ ഈ മാവിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മുരിച്ചെടുത്തെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് 2 സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് മുരിച്ച് എടുക്കണം. തിരിച്ചും മറിച്ച് വിട്ട് മുരിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം എണ്ണ തടകാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ 2 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ട് മുരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത് മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ ആ ചമ്മന്തി ഒന്ന് 1 സ്പൂൺ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുവറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കടുകും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കടുവറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.